ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വീണ്ടും ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്, അതുകൊണ്ടാണ് എന്തായാലും എന്തൊക്കെ ആയാലും ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്ന് ഉണ്ണികളുടെ മുടി മൊട്ടയടിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞി വ്ളോഗാണ്. മക്കൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ 1.5 വയസ്സായി. നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ കേരളപ്പഴനി കൊണ്ടുപോയിട്ടാണ് രണ്ടാളെ മൊട്ടയടിപ്പിക്കുന്നത്. ഏർലി മോർണിംഗ് തന്നെ ഇവിടുന്ന് പോകുന്നുണ്ട്. കാരണം അവിടെ ഒരു 9 മണി വരെ ടൈമുള്ളൂ മുണ്ടനം ചെയ്യാനുള്ളത്. 3 ആളെയും കൊണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ. 3 ആളെയും കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇത്രയും ഡിലേ വന്നത്. എന്നാൽ പിന്നെ ഇനിയും ലേറ്റ് ആക്കണ്ട, എങ്ങനെയായാലും എന്തായാലും പോവാന്ന് കരുതിയിട്ടാണ് 3 ആളെയും കൊണ്ട് പോയത്. അങ്ങനെ അറൗണ്ട് ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 3 ആളും കൂടി പോകുന്നതുകൊണ്ട് തന്നെ 3 ആൾക്കും നല്ല സന്തോഷമായിരുന്നു. സാധാരണ എവിടെ പോകണ്ടെങ്കിലും നമ്മൾ ആമീനെ കൊണ്ടുപോകാറില്ല കേട്ടോ. ആമീനെ അച്ഛന്മാരെ അടുത്താക്കിയിട്ടാണ് ഉണ്ണീനെയും കൊച്ചിനെയും കൊണ്ട് മാത്രമേ പുറത്ത് പോകാറുള്ളൂ. കാരണം ഇവന്മാർക്ക് ഇത്തിരി വാശി കൂടുതലായതുകൊണ്ട് ഇവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. ആമി ഭയങ്കര പാവാണ്, അപ്പോൾ ആളവിടെ ഇരുന്നോളും. അങ്ങനെ 3 ആളെയും കൊണ്ട് പോയി. പോണ വഴിക്ക് കൊച്ചു ഒത്തിരി നേരമൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ. രണ്ടാൾക്കും രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റുകൊണ്ട് ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചു മാത്രമേ ഉറങ്ങിയുള്ളൂ. ആമി ഇങ്ങനെ തൂങ്ങി പാവം പോലെ നിൽക്കാറുണ്ട്. ഒരുപാട് നാളായി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി തൊട്ട് ഞാനിങ്ങനെ ചെറിയ രീതിയിലെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാമെന്ന് നോക്കുന്നുണ്ട്. ഉണ്ണികളൊക്കെ വലുതായപ്പോൾ റുട്ടീനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയപ്പോൾ എൻ്റെ ടൈമും കാര്യങ്ങളും ഒരുപാട് ചേഞ്ചായി. പണ്ടത്തെ പോലെ എനിക്ക് അങ്ങനെ അവർ കിടന്നോടത്ത് എടുക്കില്ലല്ലോ. അപ്പോൾ അവരോട്ടം കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് എനിക്കിപ്പോൾ വ്ളോഗും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു ടൈമായത്. വ്ളോഗ് എടുത്താൽ തന്നെ എനിക്ക് അത് എഡിറ്റ് ചെയ്യാനും ടൈം കിട്ടണില്ല. വോയിസ് ഓവർ ചെയ്യാനൊന്നും. ഒരുപാട് വ്ളോഗ് ഇടയിൽ എടുത്തിരുന്നു, പക്ഷേ അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുക ചെയ്തത്. പിന്നെ ഇവിടെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് അവിടേക്ക് ഇത്തിരി ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഉണ്ണികളായിട്ട് പോകാൻ ഇത്തിരി കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അറൗണ്ട് ഒരു 7 മണി 7:15 ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മലയ്ക്ക് പോകുന്ന സീസൺ ആയതുകൊണ്ട് കൂടി തൊഴാനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളുണ്ടായിരുന്നു. ഉണ്ണിയുടെ പോലെയല്ല കേട്ടോ, ആമയും കൊച്ചും ഭയങ്കര പാവങ്ങളാണ്. വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഒതുങ്ങിയിരുന്ന് തന്നിരുന്നു മുടി വടിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ ആ മാമന്മാരും പറഞ്ഞിരുന്നു, അങ്ങനെ കുട്ടികൾ ഒതുങ്ങിയിരിക്കുന്നത് തന്നാൽ ഒരുപാട് സമാധാനമാണ് മുടി വടിക്കാൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വീണ്ടും സെയിം വോയിസ് ഓവർ ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് കേട്ടോ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു തീർക്കണത്. ഇതിലെന്തെങ്കിലും പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നല്ല ഫുൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യലുണ്ടാവില്ല. ഇവർ രണ്ടുപേരും മാറി കരയോന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും ഇരുന്ന് തന്നു കേട്ടോ. നമുക്കതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. തൊഴുത് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. ലാസ്റ്റ് ടൈം വന്നതിലും ഒരുപാട് മാറ്റം അമ്പലത്തിന് തന്നെ ഉണ്ട് കേട്ടോ. ആൾക്കാരും കൂടി എല്ലാ തരത്തിലും നല്ല മാറ്റമുണ്ട്. പിന്നെ എവിടെ പോയാലും സ്ഥിരം ഒരിതാണ് കളിപ്പാട്ടം വാങ്ങുക എന്നുള്ളത്. നിറച്ച് ടോയ്സ് ഉണ്ടെങ്കിലും പിന്നെയും അവരച്ഛാവൻ അങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒന്നിനും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി. സാധാരണ അവിടെ കൊണ്ട് പോകാറില്ല, ഒത്തിരി വാശി അധികം കൂടുതലായിട്ട്. അങ്ങനെ നമ്മൾ പ്ലേ ഏരിയയിലേക്കാണ് പോയത്, ഹൈലൈറ്റ് മാളിലെ. അവിടെ ചെന്നപ്പോൾ അവന് ഇഷ്ടംമാതിരി കളിക്കാനുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ പിന്നെ അവനുമായാലും കൊച്ചുമായാലും രണ്ടാളും ഒരേ സ്വഭാവമാണ്. അപ്പോൾ കളിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ രണ്ടാൾക്കും നല്ല സന്തോഷമായിരുന്നു.
ട്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം കളിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ആ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഈ ഒരു ടോയും കിട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടന് അമ്പലത്തിൽ പോകണതുകൊണ്ട് തന്നെ നമ്മളൊരു 4:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോയി. ഈ ഇടയ്ക്ക് എന്നെ കാണാണ്ടായപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ അന്വേഷിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് ഇരുന്നു കേട്ടോ. എന്താ ഈ വ്ളോഗൊന്നും ഇടാത്ത, എന്താ പറ്റി, എന്താ കാര്യം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ലൈഫിൽ ബിസി ആവുമല്ലോ, അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബിസിയായി പോയതാണ്. പക്ഷേ എനിക്കും ആഗ്രഹമുണ്ട് ഇന്ന് തൊട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ മാക്സിമം നോക്കാം കേട്ടോ.